Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഫെസിലിറ്റീസും ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിരുന്നു. ഫങ്ഷൻസ് കംപ്ലീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല. എവിടെ വരെയാണ് അപ്പൊ മിസ് എടുത്ത് നിർത്തിയത്? ഡിസ്ചാർജ് ക്ലീനിങ് ഒക്കെ പറഞ്ഞിരുന്നോ? ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി അത് പറയാം കേട്ടോ, ഫങ്ഷൻസ്. അതിനുശേഷം ഇന്നത്തെ പുതിയ ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ശരി. നമുക്ക് ആ ഒരു ഭാഗം ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഫങ്ഷൻസ് കേട്ടോ, ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പല ടാസ്കുകൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമുള്ള പല ടാസ്കുകൾ അല്ലെങ്കിൽ ചുമതലകൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഡെയിലി ക്ലീനിങ്, ദൈനംദിന ക്ലീനിങ് അല്ലെങ്കിൽ ദിവസേന നമ്മൾ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ് പ്രവർത്തനങ്ങൾ അല്ലെ. അതിലെന്താണ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ് അല്ലെ. എല്ലാം എല്ലാ നിലകളിലും എല്ലാ ഫ്ലോർസും കൃത്യമായിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുക. ഡസ്റ്റുകൾ, പൊടികൾ, ഫർണിച്ചറിലേക്ക് പൊടികൾ തട്ടിക്കളയുക. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വാൾസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. സീലിങ്സ് കാര്യങ്ങൾ നമുക്ക് എത്തുന്ന ഇടങ്ങളിലൊക്കെയുള്ള പൊടികളും കാര്യങ്ങളും തട്ടി വൃത്തിയാക്കുക. വിൻഡോസ്, ബാത്റൂംസ്, അതുപോലെ തന്നെ വിൻഡോസ് ബാത്റൂമിലുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ റൂമുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റിടങ്ങളിലുള്ള ചവറ്റുകുട്ടകളൊക്കെ അതൊക്കെ എന്ത് ചെയ്യുക, അതിലെ ചപ്പുചവറുകളും മാലിന്യങ്ങളും ഒക്കെ മാറ്റി അത് എംപ്റ്റി ആയിട്ട് ഒഴിച്ച് കൊണ്ടുവന്ന് വെക്കുക. ആ റെഫ്രിജറേറ്റർ, നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റർ ഒക്കെ ഡീഫ്രോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഐസുകളൊക്കെ നീക്കി ഡീഫ്രോസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് വെക്കുക. ഇതെല്ലാം ഡെയിലി ക്ലീനിങ്ങിന് വരുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? പീരിയോഡിക് ക്ലീനിങ് എന്ന് വെച്ചാൽ എന്താ? ആനുകാലികമായിട്ടുള്ള ക്ലീനിങ്സ്, അതായത് ശുചീകരണം. ഇവിടെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല, ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പീരിയോഡിക് ക്ലീനിങ് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് വാഷിംഗ്, വിൻഡോസ് വാഷ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്ലോർസ് വാക്സ് ചെയ്യുന്നു, ക്ലീനിങ് കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്യുന്നു, ഹൈ സീലിങ്ങും അതുപോലെ തന്നെ ഉള്ള ഡസ്റ്റുകൾ, പൊടികളൊക്കെ നമ്മൾ തട്ടിക്കളയുന്നു. അതുപോലെ ചേഞ്ചിങ് ഡ്രേപ്പറീസ്, ഇപ്പം ഇതുപോലെ നമ്മുടെ കർട്ടൻസ് പോലെയുള്ള തുണിത്തരങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മൾ പീരിയോഡിക് ക്ലീനിങ് അല്ലെങ്കിൽ ആനുകാലികമായിട്ടുള്ള ക്ലീനിങ്ങിന് വരുന്ന കാര്യങ്ങളാണ്. Then third one പറഞ്ഞത് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, അതായത് ചവറ്റുകുട്ടകളിലേക്ക് മാലിന്യങ്ങൾ കാര്യങ്ങളൊക്കെ നീക്കി അതൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് ആ ഹോസ്പിറ്റലിലെ ഓരോ ഇടങ്ങളിലും വൃത്തിയുള്ള എംപ്റ്റി ആയിട്ടുള്ള പിന്നുകൾ സ്ഥാപിക്കുക. ദിസ് ഇൻക്ലൂഡ് ദിസ് ഇൻക്ലൂഡ് കളക്ടിങ് ട്രാഷ് ആൻഡ് ഗാർബേജ് ഫ്രം വേരിയസ് പോയിന്റ് വിത്തിൻ ദ hospital and moving them to the incinerator dumpster, a very large container for rubbish. ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മള് ഹോസ്പിറ്റലിലെ പലയിടങ്ങളിലും ഇതുപോലെയുള്ള വേസ്റ്റ് ബിന്നുകളൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള വേസ്റ്റ് ബിന്നുകളിൽ നിന്നൊക്കെയുള്ള എന്താണ് മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് എല്ലായിടങ്ങളിലും കളക്ട് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, ഈ വേസ്റ്റുകളൊക്കെ ഇടാൻ വെച്ചിരിക്കുന്ന വലിയ ലാർജ് കണ്ടെയ്നേഴ്സിൽ കത്തിക്കുന്ന ആ ഒരു ഡംസ്റ്റർ അല്ലെങ്കിൽ ആ വലിയ കണ്ടെയ്നേഴ്സിലേക്ക് മൂവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുന്നതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്ന് പറയുന്നത്. Then fourth one ആണ് discharge cleaning. Discharge cleaning എന്ന് പറയുമ്പോൾ എന്താ? That include cleaning the patient room after discharge transfer of a patient and making it ready for another patient. അപ്പൊ ഒരു പേഷ്യന്റ് അവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് അഡ്മിറ്റ് ആയിരുന്നു, അവർ ഡിസ്ചാർജ് ആയി, ആ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ അതിനുശേഷം ആ റൂം നമ്മൾ വേറൊരാൾക്ക്, പുതിയൊരാൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ആ ഒരു റൂം ക്ലീൻ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ അതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഒരു ഡിസ്ചാർജ് ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിയുമ്പോൾ ആ ഒരു റൂം നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മറ്റൊരു പേഷ്യൻസിന് റെഡിയാക്കി കൊടുക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്.
Then fifth one പറഞ്ഞാ exterminating bugs and pests. ഇപ്പൊ ഹോസ്പിറ്റലിലെ വിവിധ ഇടങ്ങളിലായിരുന്നു, ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും ഇവർ വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് സ്റ്റോർ റൂം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ ഏരിയയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചെറുപ്രാണികളോ കീടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുകയാണ് എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറുപ്രാണികളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിച്ചു കളയുക. ആൻഡ് നെക്സ്റ്റ് വൺ പ്രിവെന്റിംഗ് spread of infection and ensuring condition for good patient care. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നതിനെ അല്ലെ, ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകൾ പടരുന്നത് തടയുക. ആ എൻഷുവറിങ് അങ്ങനെ അണുബാധകൾ പടരുന്നത് തടയുകയും അതിലൂടെ എന്തുറപ്പു വരുത്തുക, എൻഷുവറിങ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല രോഗി പരിചരണത്തിനുള്ളൊരു സാഹചര്യവും ഉറപ്പുവരുത്തുക. Preventing spread of infection and ensuring conditions for good patient care. അവിടെ അണുബാധകൾ പകരുന്നത് തടയുകയും അതിലൂടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല രോഗി പരിചരണം കിട്ടുന്ന സാഹചര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ലാസ്റ്റ് വൺ വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോറിൽ നമ്മൾ വെക്കുന്ന അകത്തൊക്കെ വെക്കുന്ന ഇൻഡോർ പ്ലാന്റുകളുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻഡോർ പ്ലാന്റുകൾ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, വാട്ടറിങ് ചെയ്യുക, വെള്ളം ഒഴിച്ച് അത് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് നനയ്ക്കുക. ഇത്രയും കാര്യങ്ങള് ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, അതിലുള്ള ഡൗട്ട്സ് എനിക്ക് ചോദിക്കണേ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ ആ ഫങ്ഷൻസ്? ഓക്കെ ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ഒരു 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻ ഹൗസ് സർവീസസ്, സെക്കൻഡ് വൺ ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഈ ടൈപ്സ് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ? ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസും. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഒരു ഹൗസ് കീപ്പിംഗ് ടാസ്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുമ്പോ എവിടെയുള്ളവരായിരിക്കും? ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോഴും രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇൻ ഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? നിലവില് ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരെ തന്നെ നമ്മള് ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ജോലികള്, അതെ ഹോസ്പിറ്റലിനുള്ളിലുള്ള ജീവനക്കാരെ തന്നെ നമ്മൾ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻ ഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താ? ജോലി ചെയ്യുന്നതിനായിട്ട് നമ്മളെ പുറത്ത് ഏതെങ്കിലും കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു കരാറുകാരനെയോ ഒക്കെ നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇൻ ഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അവരെ ഈ ജോലി ചെയ്യാൻ ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻ ഹൗസ് സർവീസ്. ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ ഈ ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് ഒരു കമ്പനിയോ അല്ലെങ്കിൽ കോൺട്രാക്ടറെയോ നിയമിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? എന്നാൽ മാത്രമേ ഇനി നമ്മൾ ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്, അപ്പൊ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഇൻ ഹൗസ് സർവീസസിന്റെയും ഔട്ട്സോഴ്സ് സർവീസസിന്റെയും കുറച്ച് ഡിഫറൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ബോക്സ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിൽ കുറച്ച് ഫസ്റ്റ് കുറച്ച് എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ എലമെന്റ്സും രണ്ടിലും എങ്ങനെയാണ്
എന്നാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് എലമെന്റ് ആണ് നമ്പർ. അവിടുത്തെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം. അതിൽ ഇൻഹൗസ് സർവീസിലും ഔട്ട്സോഴ്സിംഗ് സർവീസിലും എങ്ങനെയാണ് ജീവനക്കാരുടെ എണ്ണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതില് ഇൻഹൗസ് സർവീസ് ആവുമ്പോൾ നമുക്കറിയാം ഒരു ഫിക്സഡ് ആസ് പെർ ഓതറൈസേഷൻ അല്ലെ, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളായിരിക്കും. ശരിയല്ലേ? ഇൻഹൗസ് സർവീസിലാവുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളായിരിക്കും ജോലി ചെയ്യാനുണ്ടാവുക അല്ലെ? ആണോ? അവർ അംഗീകൃതമായിട്ടുള്ള ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഔട്ട്സോഴ്സ് സർവീസ് ആവുമ്പോഴെങ്ങനെയാ? ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് അല്ലെ? അവിടുത്തെ ആ ഒരു വർക്ക് ലോഡിനനുസരിച്ച് ഈ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരാം. ശരിയല്ലേ? അപ്പൊ ഇതിന് നിങ്ങൾ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞിരുന്നേ. നമ്മുടെ വീടുകളൊക്കെ നമ്മുടെ വീടൊക്കെ പണിയുന്ന സമയത്ത് നമ്മൾ കോൺട്രാക്ട് കൊടുക്കാറുണ്ട് അല്ലെ? കരാറുകാർക്ക് കൊടുക്കാറില്ലേ? കോൺട്രാക്ട് കൊടുക്കാറില്ലേ? കോൺട്രാക്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മള് ഡെയിലി വേജസിന് വേണ്ടിയിട്ട് നമ്മളായിട്ട് ആൾക്കാരെ നിർത്താറുണ്ട് ഇല്ലേ? കുറച്ച് ജോലിയൊക്കെ ആണെങ്കിൽ നമ്മളായിട്ട് ആളുകളെ നിർത്താറുണ്ട്, അല്ല എങ്കിൽ കോൺട്രാക്ട് കൊടുക്കാറുണ്ട് അല്ലെ? അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമ്മളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു 2 പേരെയാണ് അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ 2 പേര് തന്നെ ആയിരിക്കും ആ ജോലികൾ, അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത്. ഒരു ഫിക്സഡ് നമ്പർ ആണ് അല്ലെ? അതേസമയം ഒരു കോൺട്രാക്ടർ ആണ് ഒരാളെ കൊണ്ടുവരുന്നെങ്കിൽ അവരവിടെ ആളുടെ എണ്ണമല്ല നോക്കുന്നത്, എത്രത്തോളം വർക്ക് ലോഡ് ഉണ്ടോ അത് എത്രയും വേഗം തീർക്കാൻ വേണ്ടി ആളുകളുടെ എണ്ണം ചില ദിവസം കൂട്ടിക്കൊണ്ടുവരും, ചില ദിവസം അതെ പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് ചില ദിവസം ഒരു ആളെ കൂട്ടും, ചില ദിവസം കുറവായിരിക്കുമാണ് അല്ലെ? വർക്ക് ലോഡ് അനുസരിച്ചാണ് അവർ ആളെ കൊണ്ടുവരുന്നത് അല്ലെ? എന്താണ് പറയുന്നത് നസീന? എന്താണെന്ന് ക്ലിയർ ആയില്ലേ? അതാണോ ചോദിക്കുന്നേ? ഹോസ്പിറ്റൽ ഔട്ട്സോഴ്സ് സർവീസ് എന്താണെന്നാണ് നസീന് ചോദിച്ചത്. നസീന് മനസ്സിലായില്ലല്ലോ. ഹോസ്പിറ്റൽ ഔട്ട്സോഴ്സ് എന്തായിരിക്കുന്നോ? നമ്മൾ പുറമെ ഏതെങ്കിലും കോൺട്രാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ കൊടുത്ത് ചെയ്യിക്കുന്നത്, അവിടെ നിന്ന് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കോൺട്രാക്ട് കൊടുത്തിട്ട് ആ കോൺട്രാക്ടേഴ്സ് വഴിയായിരിക്കും ആളെ കൊണ്ടുവരിക. അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇവിടെ എന്താണപ്പോ അപ്പൊ അവിടുത്തെ ആളുകളുടെ എണ്ണം വർക്ക് ലോഡിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഫിക്സഡ് നമ്പർ ആയിരിക്കില്ല. വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ എണ്ണവും അവര് കൂട്ടും. ക്ലിയർ അല്ലേ? ഇത് ഫസ്റ്റ് പോയിന്റ് എലമെന്റ് നമ്പർ, ആളുകളുടെ എണ്ണം, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ക്ലിയർ ആയില്ലേ? ഓക്കെ. രണ്ടാമത്തത് അവരുടെ മേലുള്ള കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം ആരായിരിക്കും ചെയ്യാം? ഇൻഹൗസ് സർവീസിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉള്ളിലുള്ള ജീവനക്കാരെ വെച്ച് തന്നെയാണ് നമ്മൾ ആ ജോലി ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നേരിട്ട് അവരെ കൺട്രോൾ ചെയ്യാണ് ചെയ്യാം. ശരിയല്ലേ? അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? അതേസമയം ഔട്ട്സോഴ്സ് സർവീസിൽ നേരിട്ട് കൺട്രോളിങ് നടക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ വീട്ടില് ജോലിക്കാരെ നമ്മളാണ് നിയമിക്കുന്നതെങ്കിൽ, നമ്മളാണ് ജോലിക്ക് വേണ്ടി വെക്കുന്നതെങ്കിൽ നമ്മൾ അവരോട് അഭിപ്രായങ്ങൾ പറയും, അവരോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ പറയും അല്ലെ? ഇന്ന സമയത്ത് വരണം, ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നേരിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാം. അതേസമയം ഒരു കോൺട്രാക്ടർ കൊണ്ടുവരുന്ന ജീവനക്കാരാണെങ്കിലോ അവരെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവരാരാ കൺട്രോൾ ചെയ്യണ്ടേ? ആരാ കൺട്രോൾ ചെയ്യണ്ടേ? നമ്മളാണോ അതോ കോൺട്രാക്ടർ ആയിരിക്കോ? കോൺട്രാക്ടർ ആണ് അല്ലെ? കരാറുകാരൻ മുഖേന അല്ലെങ്കിൽ ആ കോൺട്രാക്ടറിലൂടെയാണ് നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ നേരിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്നില്ല, മറിച്ച് ഔട്ട്സോഴ്സിംഗില് കോൺട്രാക്ടർ ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം അത് കോൺട്രാക്ടറിന് കീഴിൽ വരുന്ന ജീവനക്കാരാണ്. അപ്പൊ നമ്മൾ അവിടെ നേരിട്ട് അവരെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കോൺട്രാക്ടറോട് പറയാം, കോൺട്രാക്ടർ ആണ് അവരെ എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസിപ്ലിൻ, അച്ചടക്കം അല്ലെ? അവിടെ ഇൻഹൗസ് സർവീസിലാകുമ്പോൾ ലോങ് റൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, ഒരു നീണ്ടൊരു ഭരണ പ്രക്രിയയുടെ കീഴിൽ ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഡിസിപ്ലിൻ എല്ലാം ഈ പറയുന്ന ഇൻഹൗസ് സർവീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും കീപ്പ് ചെയ്യണം. ഒരു നല്ല ഡിസിപ്ലിൻ ഇവിടെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഒരു ഔട്ട്സോഴ്സ് സർവീസിൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ആ സ്ഥാപനത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ? അല്ല അല്ലെ? കോൺട്രാക്ടർ റെസ്പോൺസിബിലിറ്റി ആണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. അപ്പൊ ഇവിടെ അവരുടെ അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ലോങ് റൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയ, ഒരു നീണ്ട ഭരണ പ്രക്രിയയുടെ കീഴിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ടോ ആ
കൃത്യമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ തന്നെ അവിടെയുള്ള ഓരോ എംപ്ലോയീസും പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഹൗസ് സർവീസിൽ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഓരോ എംപ്ലോയീസും ഡിസിപ്ലിൻ പാലിക്കുന്നുണ്ടോ എന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതും ഒക്കെ ആരുടെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്? കോൺട്രാക്ടറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? ഈ മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ആ മൂന്നെണ്ണവും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. ജീവനക്കാരുടെ തുടർച്ച. ജീവനക്കാര് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ വർക്ക്, അതിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? ഓക്കെ. ഇൻഹൗസ് സർവീസിലാവുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. നമുക്ക് ആ ഒരു ഇൻഹൗസ് സർവീസിലാവുമ്പോൾ അവര് ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാവുമ്പോൾ അവര് തന്നെയാണ് അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ സേവനത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു നിലവാരം, സേവന നിലവാരം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ശരിയല്ലേ? ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ്. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിലേക്ക് വരുമ്പോൾ നോക്കിയേ, സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് അല്ലെ. സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. സ്റ്റാഫുകൾ അവിടെ എന്ത് ചെയ്യുന്നത്? വർക്ക് ലോഡ് കൂടുമ്പോൾ കൂടുതൽ ആളുകളെ അവർ കൊണ്ടുവരും, വർക്ക് ലോഡ് കുറയുമ്പോൾ ആളുകളെ കുറക്കും അല്ലെ. അപ്പൊ അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളല്ല, ആളുകൾ വന്ന് കൂടി വരുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫിക്സഡ് ആയിട്ടുള്ള ആളുകൾ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു സർവീസിന്റെ ആ ഒരു നിലവാരം അല്ലെങ്കിൽ സേവന നിലവാരം കൃത്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ കണ്ടിന്യൂറ്റി സ്റ്റാഫില് ഇൻഹൗസ് സർവീസ് ആവുമ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ്, അവര് തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവര് എല്ലാ ജോലികളും ചെയ്യുന്നത് കൊണ്ട് ആ സേവനത്തിന്റെ ആ ഒരു നിലവാരവും അതിനനുസരിച്ച് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിലാവുമ്പോൾ അവിടെ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച് അവർ ആളുകളെ കൂടുതൽ കൊണ്ടുവരുന്നുണ്ട്, വർക്ക് ലോഡ് കുറയുമ്പോൾ ആളുകളെ കുറയ്ക്കുന്നുണ്ട്. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളല്ല, ചെയ്യുന്ന ജോലികൾ പലരായിരിക്കും. ഈ ജോലികളൊക്കെ പല ദിവസങ്ങളിൽ പലരായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു സേവന നിലവാരത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ക്ലിയർ ആണോ? കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്. ഓക്കെ. നെക്സ്റ്റ്, ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. സ്റ്റാഫുകളുടെ ലീവ് അല്ലെങ്കിൽ അവരുടെ അവൈലബിലിറ്റി എങ്ങനെയാണ്? നോ ലീവ് റിലീഫ്. നമുക്ക് ഒരു ഇൻഹൗസ് സർവീസിൽ അധികം ലീവോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല അല്ലെ. അവരധികം ലീവ് ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ് അവർ ലീവ് അധികം തരാത്തെ? എന്തുകൊണ്ടാണ് ലീവ് തരാത്തെ? ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, നമുക്ക് അധികം ലീവുകളൊന്നും അവർ പറഞ്ഞിരിക്കുന്ന ഫിക്സഡ് ലീവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് ആവശ്യമില്ലാതെ ഒരുപാട് ഫിക്സഡ് സ്റ്റാഫ് ആണ് അല്ലെ. സ്റ്റാഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് സ്റ്റാഫ് എണ്ണമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾ ഒരുപാടൊന്നുമില്ല, നമുക്ക് വേറെ മാറ്റി കൊണ്ടുവരാനൊന്നും ഒരുപാട് സ്റ്റാഫ് ഒന്നുമില്ല. ആ ഉള്ള സ്റ്റാഫ് ഇപ്പൊ ഒരു 5 സ്റ്റാഫിനെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അവര് തന്നെയാണ് അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത്. ഇപ്പൊ ഒരാളില്ലെങ്കിൽ അത്രയും ജോലി അവർക്ക് മറ്റുള്ളവർക്ക് ഓവർ ബർഡൻ ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ചെയ്യാൻ ചിലപ്പോൾ ആളുണ്ടാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സ്റ്റാഫുകൾ ആയതുകൊണ്ട് അവർക്ക് ലീവ് റിലീഫ് അല്ലെങ്കിൽ ആ ഒരു ലീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവധികളൊക്കെ കുറവായിരിക്കും കൊടുക്കാം. അതേസമയം ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസിൽ അത് ബാധകമാണ്. അവിടെ ഒരു ലീവ് ചോദിച്ചാലും നമുക്ക് എളുപ്പത്തിൽ കിട്ടും അല്ലേ? കിട്ടില്ലേ? കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കാം? ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ അവർ പകരം കൊണ്ടുവരും അല്ലേ. ഈ ഒരാളെ തന്നെ വേണമെന്നൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല അല്ലെ. അവരവിടെ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റാഫ് ഇല്ല എങ്കിൽ എത്ര സ്റ്റാഫുകളാണോ ഇല്ലാത്തത് അതിന് പകരം അവര് ആ ഒരു ഫിക്സഡ് നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ അവർ ആ ഒരു അടുത്ത വേറെ 2 സ്റ്റാഫുകളോ 3 സ്റ്റാഫുകളോ വേണമെങ്കിൽ അവർക്ക് എക്സ്ട്രാ കൊണ്ടുവരാൻ പറ്റും. അതാണ് കേട്ടോ. Then contractor provide leave relief if so specified in the terms of reference. അവിടെ ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എംപ്ലോയീസിനോട് എത്ര അവർക്ക് വേണമെങ്കിൽ അവർക്ക് എത്ര ലീവ് വേണമെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം. അത് ആ കോൺട്രാക്ടറാണ് ആ ലീവ് റിലീഫ് അല്ലെങ്കിൽ ആ ഒരു അവധി കാര്യങ്ങളൊക്കെ അവർക്ക് നൽകുന്നുണ്ട്. കാരണം അവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളല്ല, അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ എണ്ണത്തിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ 2 പേരില്ലെങ്കിൽ ആ പകരം വേറെ 2 പേരെ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ആ ഒരു ലീവ് റിലീഫ് കുറച്ചും കൂടി ഔട്ട്സോഴ്സ് സർവീസിലായിരിക്കും കൂടുതൽ ഉണ്ടാവാം. നെക്സ്റ്റ് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ, ആ ജോലിയെ കുറിച്ചുള്ള വിവരണങ്ങൾ.
as laid down by the authorities. In-house സർവീസിലാവുമ്പോൾ as laid down by the authorities. അവരുടെ അവിടുത്തെ അധികാരികൾ അല്ലെങ്കിൽ അതോറിറ്റീസ് പറയുന്ന പ്രകാരം അല്ലെങ്കിൽ അവര് നിശ്ചയിച്ച പ്രകാരമുള്ള എല്ലാ ജോലികളും ഇൻഹൗസ് സർവീസിലുള്ള ആളുകൾ എടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ഔട്ട്സോഴ്സ് സർവീസിലാവുമ്പോൾ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട് അവരുടെ കരാറിൽ എന്തൊക്കെ ജോലികളാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ജോലി മാത്രം അവർക്ക് ചെയ്താൽ പോരെ അല്ലെ. അതേസമയം ഇൻഹൗസ് സർവീസിൽ അവിടുത്തെ എംപ്ലോയീസിനോട് പറയാണ് നിങ്ങൾ അങ്ങനെ ജോലി ചെയ്യണം, അവരുടെ ഭരണാധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ജോലികളും ഇവർ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസിൽ അവർക്കൊരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു കരാറിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ആ കരാറിൽ വിശദമായിട്ട് അവർ ചെയ്യേണ്ട ജോലികളും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ജോലികൾ മാത്രം അവർക്ക് ചെയ്താൽ മതി. ഇൻഹൗസ് സർവീസിലുള്ളവർക്കല്ല, ഔട്ട്സോഴ്സിംഗ് സർവീസിലുള്ളവർക്ക് ചെയ്താൽ മതി. ഇൻഹൗസ് ആകുമ്പോൾ ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ്, അവര് ഡയറക്റ്റ് നമ്മുടെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവിടുത്തെ അധികാരികൾ പറയുന്ന ഓരോ ജോലികളും ഇവര് നിശ്ചയിച്ചിട്ടുള്ള ഓരോ ജോലികളും ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ലാസ്റ്റ് വൺ ആണ് എൻഷുവറിംഗ് ക്വാളിറ്റി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഏതായിരിക്കും ഇപ്പോ ഇൻഹൗസ് സർവീസിൽ അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. എപ്പോഴും നമുക്ക് ഈ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ചില സമയങ്ങളിൽ നമുക്കത് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ പരിപാലിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ ഒരുപാട് സ്റ്റാഫുകൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സ്റ്റാഫ് ആണുള്ളത്. അപ്പൊ ഒരുപാട് തിരക്ക് വരുന്നു, ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് തിരക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലായിടവും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അല്ലെ. കീപ്പ് ചെയ്ത് കൊടുക്കും, കാരണം ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ്, അവര് തന്നെ എല്ലായിടത്തും ക്ലീൻ ചെയ്യാൻ എത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചില സമയങ്ങളിൽ ഇത് പാലിച്ചു പോവാനായിട്ട് ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു ഇൻഹൗസ് സർവീസിൽ തോന്നിയേക്കാം. എന്നാൽ ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസിൽ എങ്ങനെയാ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാൽറ്റീസ് ഫോർ പോർ പെർഫോമൻസ്. നമ്മൾ അവരുടെ കോൺട്രാക്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇന്ന ഇടങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണോ അവര് സർവീസ് നമുക്ക് തരേണ്ടത് അത് വ്യക്തമായിട്ട് അവരോട് ക്ലിയർ ആയിട്ട് ആ കരാറ് വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കരാറിൽ പറയുന്ന കാര്യങ്ങൾ അവർ പാലിച്ചില്ല എങ്കിൽ അവരുടെ പുവർ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നതെങ്കിൽ അവർക്ക് പെനാൽറ്റീസ് അല്ലെ, അവർക്ക് പിഴകള് ഈടാക്കാനുള്ള ഒരു വ്യവസ്ഥയും ആ ഒരു കോൺട്രാക്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ തിരക്കുകൾ കൂടുതൽ വരുമ്പോൾ അവർ എന്ത് ചെയ്യും, കൂടുതൽ ആളുകളെ ഇറക്കും അല്ലെ. കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് എല്ലായിടവും വൃത്തിയാക്കിയിടാനായിട്ട് ശ്രമിക്കും. കാരണം എന്തുകൊണ്ടാ, അവരുടെ ആ ഒരു കോൺട്രാക്റ്റിൽ അവർ ഓൾറെഡി എന്തൊക്കെ സർവീസുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വിശദമായിട്ടും പറഞ്ഞു കൊടുത്ത് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതല്ല അത് ലഭിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പുവർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നെങ്കിൽ അതിനനുസരിച്ച് പെനാൽറ്റി അല്ലെങ്കിൽ പിഴകളൊക്കെ അവർ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു ക്വാളിറ്റിയിൽ അവരെ കോംപ്രമൈസ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ബോക്സ്. ഇമ്പോർട്ടന്റ് ഇതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കുള്ളൂ കേട്ടോ. ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിലുള്ള പോയിന്റ്സ് ചോദിക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ പേര് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ, ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഒരു നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിലൂടെ എന്തൊക്കെ ഔട്ട്കം അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന എന്തൊക്കെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അപ്പൊ നല്ലൊരു ഹൗസ് കീപ്പിംഗ്, നമ്മൾ നല്ല രീതിയിൽ ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്ത് സാനിറ്റൈസേഷൻ ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് നിയന്ത്രിക്കാൻ പറ്റും? ഇൻഫെക്ഷൻസ് അല്ലെ, അണുബാധകളെ നിയന്ത്രിക്കാനും ഒഴിവാക്കാനും വേണ്ടി സാധിക്കും അല്ലേ. രണ്ടാമത്തത്, കട്ടിംഗ് ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നതിന്റെ ആ ഒരു ദൈർഘ്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ ദൈർഘ്യം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹൗസ് കീപ്പിംഗ് ഒന്നും അല്ല, നല്ല വൃത്തിയും നീറ്റായിട്ടൊന്നും അല്ല കിടക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ 2 ദിവസം ഒരു പനിയായിട്ട് പോയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖമായിട്ട് പോയ ആളായിരിക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് വരാം അല്ലെ. അപ്പൊ അവിടെ നമ്മള് ഹോസ്പിറ്റലിൽ താമസിക്കേണ്ട ദൈർഘ്യം അല്ലെങ്കിൽ ദിവസങ്ങൾ, സ്റ്റേ ചെയ്യേണ്ട ദിവസങ്ങൾ കൂടുകയോ കുറയോ? എങ്ങനെയായിരിക്കും? അവിടെ വെച്ച് കൂടും അല്ലെ. കാരണം പിന്നെയും നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നും വേറെ അസുഖങ്ങൾ നമുക്ക് പിടിപെടാണ് അല്ലെ. അപ്പൊ കൂടുതൽ ദിവസം നമ്മള് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് മാറാനായിട്ട്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവാനായിട്ട് ദിവസങ്ങൾ എടുക്കും. അതേസമയം വളരെ വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൗസ് കീപ്പിംഗ് സർവീസ്, മികച്ച ഹൗസ് കീപ്പിംഗ് സർവീസ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ പേഷ്യൻസിന്റെ ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റേ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേ ചെയ്യുന്നതിന്റെ ആ ഒരു ദൈർഘ്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത് പറയുന്നത്, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. അപ്പൊ നമ്മൾ ഒരുപാട് ദിവസം അവിടെ താമസിക്കുന്നില്ല, നമുക്ക് ദൈർഘ്യം കുറച്ച് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവർ ആയി പോകാൻ പറ്റുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ കൊടുക്കുന്ന മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെ. ഒരുപാട് ദിവസം നിൽക്കുമ്പോഴാണ് നമുക്ക് ചികിത്സാ ചെലവ് കൂടുക. കുറച്ച് ദിവസം നിന്നാൽ അതിനനുസരിച്ച് ചികിത്സാ ചെലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും അല്ലെ. ദെൻ കണ്ടെയ്ൻ പേഷ്യന്റ് സഫറിങ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ പല ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ നമുക്കറിയാം ഒരു നല്ല ഹൗസ് കീപ്പിംഗ് സർവീസുകൾ ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഇല്ലേ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളുമായിട്ട്, പബ്ലിക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ല എടുത്തെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും അല്ലെ. രോഗങ്ങൾ വരുന്നതായിക്കോട്ടെ, ആ ഒരു യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ തീവ്രത കൂട്ടാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷന്റെ തീവ്രത കൂട്ടാൻ പറ്റും എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല പബ്ലിക് റിലേഷൻ, അതായത് നമുക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പൊതുജന ബന്ധം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ വളരെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പേഷ്യൻസിനും വരുന്ന ഓരോ വിസിറ്റേഴ്സിനും നല്ലൊരു എൻവയോൺമെന്റ് തരുമ്പോൾ അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലിനോടുള്ള നമ്മുടെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു തീവ്രത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസ് പോപ്പുലാരിറ്റി. ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി അല്ലെങ്കിൽ ആ ഒരു പോപ്പുലാരിറ്റി നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ് അല്ലെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് പിന്നെയും വിസിറ്റ് ചെയ്യാൻ തോന്നും, പിന്നെയും സന്ദർശിക്കാനായിട്ട് തോന്നും അല്ലെ. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ രോഗികൾ കൂടുതൽ സന്ദർശിക്കാൻ വരുന്നു. ആ ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മികച്ച സംതൃപ്തി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു നല്ല ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻസ്. അണുബാധകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കാനും ഒഴിവാക്കാനും സാധിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ പറഞ്ഞത് കർട്ടിൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. നമ്മുടെ രോഗികളുടെ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുടെ ദൈർഘ്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ദൈർഘ്യം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെഡിക്കൽ കോസ്റ്റ്, എന്താണ് മെഡിക്കൽ കെയർ, ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട ആ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ രോഗികളുടെ ബുദ്ധിമുട്ടുകള് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നല്ലൊരു പബ്ലിക് റിലേഷന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ആ സ്ഥാപനത്തെ കുറിച്ചുള്ള ആ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്, കൂടുതൽ രോഗികളുടെ സന്ദർശനം കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പേഷ്യൻസിന്റെ മികച്ച സംതൃപ്തി ഉറപ്പുവരുത്താനും സാധിക്കുന്നു. വേഗം വായിച്ചു നോക്കി അവർക്ക് മോർ ഗുഡ് ഹൗസ് കീപ്പിംഗ്.
Clear ആണോ? Okay. Next, what is a hospital housekeeping checklist? എന്താണ് ഒരു hospital housekeeping checklist എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. A hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient rooms and avoid the spread of hospital acquired infection. അവിടെ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ, ചോദിക്കാറുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്. രോഗികളുടെ മുറികളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു അണുവിമുക്തമായ ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവോയ്ഡ് ദി സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, അല്ലെ, ഹോസ്പിറ്റലിൽ നിന്നും എളുപ്പത്തിൽ ലഭ്യമാകുന്ന അക്വയർ ചെയ്യുന്ന ഇൻഫെക്ഷൻസിനെ അവർ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പകരുന്നത് തടയുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ എന്തിനു വേണ്ടിയാണ് ഒരു ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ എ പേഷ്യന്റ് റൂംസ് ആൻഡ് അവോയ്ഡ് ദി സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. Then the checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedures, SOP, standard operating procedure. SOP expanded form ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നോട്ട്സിൽ മാത്രമല്ല വേറെ പല ചാപ്റ്റേഴ്സിലും ഈ ഒരു SOP പരാമർശിക്കാറുണ്ട്, അല്ലെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ SOP എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഹൗസ് കീപ്പിംഗുമായി, ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും എളുപ്പത്തിൽ അത് അവിടുത്തെ എംപ്ലോയീസിൽ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്ക് മനസ്സിലാവാനും വേണ്ടിയാണ് ഈ ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ടച്ച്, ഇപ്പൊ ഉയർന്ന നമ്മൾ സ്പർശന പ്രതലങ്ങൾ ഉണ്ടാവും, റൂമുകൾ നമ്മൾ ഓരോ സോണുകളായിട്ട് തിരിച്ച് ഓരോ റൂമായിട്ട് നമ്മൾ ഡിസ്റ്റിങ്ക്ട് ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യേണ്ട വഴികള്, ഇങ്ങനെയുള്ള ഇടങ്ങളൊക്കെ എങ്ങനെയാണ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് ലിസ്റ്റ് ആയിട്ട് തയ്യാറാക്കി അത് ഓരോന്നും ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വെക്കുകയാണ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇത് സേഫ്ലി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആൻഡ് ഈസിലി, വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൾച്ചറിലൂടെ ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിക്കും. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ എന്താണ് ചെയ്യുന്നത്? ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്, രോഗികളുടെ റൂമുകളിൽ അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ അവർ പകരുന്നതിനെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റുകൾ formed to make it easier for hospital to follow. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചെക്ക് ലിസ്റ്റുകൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന ടച്ച് ചെയ്യുന്ന പ്രതലങ്ങൾ ഏതാണ്, റൂം സോണുകളായിട്ട് തിരിച്ചിരിക്കുന്ന റൂമുകൾ ഏതാണ്, ക്ലീനിങ് പാത്ത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ട വഴികൾ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം കൃത്യമായിട്ട് അത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ ഫോളോ ചെയ്ത് വൃത്തിയാക്കി ശുചീകരിച്ച് സാനിറ്റൈസ് ചെയ്ത് നിലനിർത്താൻ സാധിക്കും. ഇനി താഴെ പറയുന്നത് വളരെ സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സിന് ഈസി ആയിട്ട് ചെയ്യുന്ന ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ, ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്.
രോഗികളുടെ റൂമുമായി ബന്ധപ്പെട്ട ക്ലീനിങ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കി. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് വെയർ ഡിസ്പോസബിൾ ഗ്ലൗസ്. എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഏതൊരു റൂം ക്ലീൻ ചെയ്യാൻ പോകുന്നത്, ഏതൊരു ക്ലീനിങ് ആരംഭിക്കുന്നതിന് മുമ്പ് ആ എംപ്ലോയീസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പേഴ്സ് എന്ത് ചെയ്യണം, ആദ്യം അവരുടെ ഹാൻഡ്സ് വാഷ് ചെയ്യണം, അതിനുശേഷം സാനിറ്റൈസ് ചെയ്യണം, അതിനുശേഷം ഡിസ്പോസബിൾ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. Second one, live in cleaning carton hole. Set up a safety sign outside the door. അപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റിന്റെ റൂമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട, പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ്. നമ്മളൊരു ഹൗസ് കീപ്പർ ആയിട്ടൊന്ന് ആലോചിച്ചോക്കാം. പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡ് ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തു, സാനിറ്റൈസ് ചെയ്തു, അതിനുശേഷം ഡിസ്പോസബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ധരിച്ചു. ദെൻ അടുത്ത നമ്മുടെ വീടുകളിലൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ബക്കറ്റോ പാർട്ടുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ, ക്ലീൻ ചെയ്യുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോകും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ക്ലീനിങ് കാർട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വണ്ടിയിൽ ബക്കറ്റും മറ്റു മോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ഏത് ഏരിയയാണോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ആ ഹോളിന്റെ എന്താണ് ആ ഹോളില് നമ്മൾ കൊണ്ടുവന്ന് വെക്കാം. അതിനുശേഷം സെറ്റപ്പ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ആ പേഷ്യൻസിന്റെ റൂമല്ലേ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നേ. അപ്പൊ ആ ഒരു ക്ലീൻ ചെയ്യുകയാണ് എന്ന് പുറമേ നിന്ന് വരുന്ന ആൾക്ക് മനസ്സിലാവണം. നമ്മുടെ വീടുകളൊക്കെ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓടി വരുമ്പോൾ എന്ത് വെച്ചും തെന്നി വീഴും അല്ലെ. കണ്ടിട്ടില്ലേ തെന്നി വീഴുന്നത്? കാരണം വെള്ളത്തിന്റെ അംശമുള്ളത് കൊണ്ട് തെന്നി വീഴാം. അപ്പൊ അതേപോലെ ഇവിടെയുള്ള ആർക്കും ഒരു അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു റൂം ക്ലീൻ ചെയ്യാണെന്ന് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് മനസ്സിലാവണം. അതിനുവേണ്ടി സേഫ്റ്റി സൈൻ ബോർഡുകൾ ആ ഡോറിന് പുറത്തായിട്ട് സ്ഥാപിക്കുക. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. Then third one, install a straightened room, vacant and relaying trash cans. അതുപോലെ തന്നെ നമ്മൾ ഉടനടി ഒരുപാട് സമയം ഒന്നും വെയിറ്റ് ചെയ്യാതെ ഉടനെ തന്നെ ആ റൂം വേക്കന്റ് ആയിട്ടുള്ള ആ റൂം എന്ത് ചെയ്യുക, വൃത്തിയാക്കുക, അതുപോലെ തന്നെ നേരെയാക്കുക, അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും സൈൻ ബോർഡുകൾ എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് ബോർഡുകളില്ലേ, വാർണിംഗ് ബോർഡ്സ്, ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യാണ് എന്ന് വാൺ ചെയ്യുന്ന ബോർഡുകളില്ലേ, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then third one, install a straightened room കാണാറില്ല. നമ്മള് സാധാരണ ഹോസ്പിറ്റലിൽ ശരിക്കും വെക്കാറുണ്ട്. നമ്മുടെ ചില ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലും ഇത് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കൂടുതലും വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകമായിട്ട് അവര് ചെയ്യേണ്ടതായിട്ടുള്ള പ്രൊസീജിയറിൽ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും അവര് വേഗം അതൊക്കെ ഒരു എന്താണ് പറയാ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകുന്ന സാഹചര്യങ്ങളൊന്നുമില്ല അല്ലെ. അവരത് പേരിന് വേണ്ടി ചെയ്തു പോകുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാറ്. പക്ഷെ ഇതിന്റെ പ്രൊസീജിയേഴ്സിൽ ഇത് അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത്. അപ്പൊ നോക്കിയേ, സ്ട്രെയിറ്റൻഡ് റൂം, വേക്കന്റ് ആൻഡ് റിലൈൻഡ് ട്രാഷ് ക്യാൻസ്. ഇപ്പൊ നമ്മുടെ ചവറ്റുകുട്ടകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു പേഷ്യൻസിന്റെ റൂമിലുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി വേസ്റ്റസും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അത് എന്ത് ചെയ്യുന്നു, പുതിയത് റീപ്ലേസ് ചെയ്ത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു. Then fourth one, clean and sanitize high touch areas. നമ്മുടെ പേഷ്യൻസിന്റെ റൂമിലെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന പ്രതലങ്ങളൊക്കെ വൃത്തിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. Then fifth one, dust, air vents, light, ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോ സെറ്റ്സ്. അതുപോലെ തന്നെ ഇപ്പൊ വെന്റിലേഷൻസുമായി ബന്ധപ്പെട്ട് എയർ വെന്റിലേഷൻസ് പോകുന്ന ജനൽസ് അല്ലെങ്കിൽ വിൻഡോസോ കാര്യങ്ങളോ ആവാം. ലൈറ്റുകളില്, ടെലിവിഷൻ സെറ്റുകളിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൻഡോ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വിൻഡോയുടെ അടിയില് വരുന്നൊരു നീളത്തിലുള്ള ഒരു ഭാഗമല്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു നീളത്തിലുള്ള ഒരു ഭാഗമല്ലേ, അതാണ് വിൻഡോ സെൽസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എല്ലായിടത്തെയും വെന്റിലേഷനുമായി ബന്ധപ്പെട്ട്, ലൈറ്റുമായി ബന്ധപ്പെട്ട്, ടെലിവിഷൻ സെറ്റുകളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ വിൻഡോസിനടിയിൽ ആ ഒരു നീളത്തിൽ വരുന്ന ആ ഒരു ഭാഗത്തുള്ള പൊടികൾ, അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം പൊടികളൊക്കെ എന്ത് ചെയ്യുക, തൂക്കുകളൊഴിച്ച് വൃത്തിയാക്കുക. Then sixth one, sanitize and sterilize bedside comfort. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്കൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂമില് അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ സൗകര്യത്തിന് വേണ്ടി ബെഡ് സൈഡ് കമ്മോഡ് ഉണ്ടാവും. എന്ന് വെച്ചാല് നമുക്ക് കസേര പോലെ ഇരിക്കാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാത്റൂമിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് കസേര പോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
അതെ, അതാ രീതി, അതാണ് കേട്ടോ ഈ ബെഡ് സൈഡ് കമ്മോഡ് എന്ന് പറയുന്നത്. ആ ഒരു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക, സാനിറ്റൈസ് ചെയ്യുക. Then seventh one, wipe down countertops, check furnitures, disinfectant door handles. അവിടെയുള്ള കൗണ്ടർ ടോപ്പുകൾ, ടേബിളിന്റെ കൗണ്ടർ ടോപ്സ് വൈപ്പ് ഡൗൺ ചെയ്തെടുക്കുക. പൊടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക. ഫർണിച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഡോറിന്റെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ഡിസിൻഫെക്റ്റന്റ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസിന്റെ ക്ലീനിങ് ഡ്യൂട്ടീസ് വരുന്ന കാര്യം ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടീസ് വരുന്നവ ഏതൊക്കെ, ഉൾപ്പെടാത്തവ ഏതൊക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്തത് ഓരോന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഓരോന്നിലും വരുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഭാഗത്ത് ചോദ്യം വരാറുണ്ട്. അതിങ്ങനെ ചോദിക്കുള്ളൂ, ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇപ്പൊ പേഷ്യന്റ് റൂം ക്ലീനിങ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്നവ ഏതൊക്കെ, ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അപ്പൊ വേഗം ഒന്ന് ആ ഒരു ക്ലീനിങ് ഡ്യൂട്ടി ഫോർ പേഷ്യന്റ് റൂംസ് ഒന്ന് വായിച്ചു നോക്കി. വേക്കന്റ് ആണെന്ന് പറഞ്ഞാൽ ഒഴിവായ റൂം തന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. അതായത് പേഷ്യൻസ് ഇല്ലല്ലോ, പേഷ്യൻസ് ഇല്ലാതെ വേക്കന്റ് ആയിട്ടുള്ള റൂം അല്ലേ, അത് ഇൻസ്റ്റന്റ് സ്ട്രെയിറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് നേരെയാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചവറ്റുകുട്ടകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്ത് മാറ്റി സ്ഥാപിക്കാം. ക്ലിയർ ആണ്, കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് ബ്രഷ്. അപ്പൊ പേഷ്യൻസിന്റെ റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി അടുത്തത് പേഷ്യൻസിന്റെ റൂമിന്റെ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ആണ് എംപ്റ്റി ആൻഡ് സാനിറ്റൈസ് ട്രാഷ് ക്യാൻ നീഡഡ്, റീപ്ലേസ് ലൈനേഴ്സ് കവേഴ്സ്. നമുക്കറിയാം ഇപ്പൊ ബാത്റൂമിനുള്ളില്, നമ്മുടെ റൂമിന്റെ ബാത്റൂമിനുള്ളില് ഈ പറയുന്ന പോലെ വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ചവറ്റുകുട്ടകൾ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേസ്റ്റ് ബിൻസ് ഉണ്ടാവും അല്ലെ, കണ്ടിട്ടില്ലേ? അതിന്റെ ഉള്ളില് അവരൊരു കവർ ഇട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടോ? അത് ഒരു ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഗ്രീൻ കളറിലൊക്കെ ഒരു കവർ ഇട്ടിട്ടുണ്ടാവും. കൂടുതലും ബ്ലാക്ക് കളറിലെ കവറുകളാണ് കാണാറ്, കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ട്രാഷ് ക്യാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, എംപ്റ്റി ചെയ്യുക. ആ ഒരു കവേഴ്സും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയ വേസ്റ്റസ് മാറ്റി പുതിയ കവേഴ്സ് വെച്ച് ആ ട്രാഷ് ക്യാൻസും കാര്യങ്ങളൊക്കെ എംപ്റ്റി ചെയ്യുക, അത് സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തത് സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്. നമ്മുടെ ഈ ബാത്റൂമുമായി ബന്ധപ്പെട്ട് കൂടുതൽ ടച്ച് ചെയ്യുന്ന ഇടങ്ങളുണ്ടല്ലോ, ലൈറ്റിന്റെ സ്വിച്ച് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടച്ച് ചെയ്യുന്ന ഇടമാണ്, ഡോറിന്റെ നോബ്, അതുപോലെ ഹാൻഡ് റെയിൽസുകള്, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ദെൻ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്, സിങ്സ്. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നതാണ്, ഷവറുകൾ യൂസ് ചെയ്യാറുണ്ട്, ടബ്, സിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇടങ്ങളാണ്. അതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ദെൻ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. അതുപോലെ തന്നെ ടോയ്ലറ്റ് ബൗള്, അതിന്റെ മുകളിലുള്ള സീറ്റ്, അതുപോലെ ബന്ധപ്പെട്ട ടാങ്ക്, നമ്മുടെ ഫ്ലഷ് ചെയ്യുന്ന ഹാൻഡില്, ഇതെല്ലാം നമ്മൾ എപ്പോഴും ടച്ച് ചെയ്യുന്ന ഇടങ്ങളാണ്. ഒരു ബാത്റൂമുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്റ്റിൽ വരുന്ന ഇടങ്ങളാണ്. അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഒരു പേഷ്യൻസിന്റെ ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ് ചോദിച്ചാൽ അത് എന്തൊക്കെയാണ്, അവിടെയുള്ള ചവറ്റുകുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എംപ്റ്റി ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് വെക്കുക, അതിനുള്ളിലെ കവേഴ്സ് ഒക്കെ മാറ്റി പുതിയത് റീപ്ലേസ് ചെയ്യുക. അതുപോലെ ലൈറ്റ് സ്വിച്ചസ്, നമ്മുടെ ഡോർ നോബ്, ഹാൻഡ് റെയിൽസ് മുതലായവയൊക്കെ സാനിറ്റൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഷവേഴ്സ്, ടബ്സ്, സിങ്ക് മുതലായവയൊക്കെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ ടോയ്ലറ്റ് ബൗള്, അതിന് ചുറ്റുമുള്ള ആ ഒരു സീറ്റ്, അതുപോലെ ടാങ്ക്, അതുപോലെ നമ്മുടെ ഫ്ലഷ് ഹാൻഡിൽ മുതലായവയൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്.
ഓക്കെ, എന്താണ് ടബ്സോ? ടബ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ബാത്റൂംസിലൊക്കെ, അത് നമ്മുടെ നാട്ടിലൊന്നും അല്ല കേട്ടോ, കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഷവേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ ബാത്റൂം ടബുകളൊക്കെ ഉണ്ടാവും. കണ്ടിട്ടില്ലേ? അവർക്ക് കിടന്ന് കുളിക്കാനൊക്കെ രീതിയിലുള്ള ടബ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കുറവാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബാത്ത് ടബുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ആണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഡിസ്ചാർജ് ക്ലീനിങ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് മേക്ക് ഫോം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ് ആൻഡ് റൂം വേക്കൻസ്. എപ്പോഴും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് ഒരു ഡിസ്ചാർജ് അല്ലെങ്കിൽ ടെർമിനൽ റൂം ക്ലീനിങ് അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ക്ലീനിങ്ങിലേക്ക് പോകുമ്പോൾ ആ റൂമിൽ ഓൾറെഡി ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അല്ലെ, ആ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് ആ റൂം പോയോ, അത് റൂം ഇപ്പൊ വേക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുവാണെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് പെർഫോം ഹാൻഡ് ഹൈജീൻ. എന്താണ് നമ്മൾ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യുന്നത്? വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക, അതിനുശേഷം ഗ്ലൗസ് ധരിക്കുക. അതോടൊപ്പം തന്നെ പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. എന്താണ് നമ്മൾ റൂം ക്ലീൻ ചെയ്യാണെന്ന് പുറമേ നിന്നുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാർണിംഗ് സൈൻ ബോർഡുകൾ അതിന് പുറമെ സ്ഥാപിക്കുകയും ചെയ്യുക. മൂന്നാമത്തത് ഡിസിൻഫെക്റ്റിംഗ് മാട്രസ് ടോപ്പ്, ബോട്ടം ആൻഡ് സൈഡ്സ്, റീപ്ലേസ് കവർ, ബെഡ് കവർ, പില്ലോ കവർ മുതലായ ഇപ്പൊ നമ്മുടെ ബെഡുകള് അതുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളൊക്കെ വൃത്തിയാക്കുക. അപ്പൊ ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ബെഡും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പൊ അതിന്റെ എല്ലാ ഇടങ്ങളും ഡിസിൻഫെക്ട് എന്താണ് ബെഡിന്റെ ഒക്കെ എല്ലാ ഇടങ്ങളും അണുവിമുക്തമാക്കുക. അതിന് മുകളിലുള്ള ബെഡ് കവറ്, പില്ലോ കവറ് മുതലായവയൊക്കെ മാറ്റുക. നാലാമത്തത് വാക്വം ആൻഡ് പോളിഷ് ഫർണിച്ചർ, ടേൺ കുഷ്യൻസ് നോട്ട് സ്റ്റെയിൻസ് ഓർ ഡാമേജ്. അതുപോലെ തന്നെ ഇപ്പൊ ഫർണിച്ചർ, പോളിഷ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, കുഷ്യൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊരിക്കലും നമുക്ക് കൈകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഈ വാക്വം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് അത് ക്ലീൻ ചെയ്യുക. അപ്പൊ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫർണിച്ചറിലോ കുഷ്യൻസിലോ ഒക്കെ എന്തെങ്കിലും സ്റ്റെയിനോ ഡാമേജോ ഒക്കെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യണം. ഫിഫ്ത് വൺ പറയുന്നത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്, വീൽ ചെയർ, IV പോർട്സ് എക്സെട്ര. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിന്റെ ഒക്കെ റൂമുകളില് വീൽ ചെയർ ഉണ്ടാവും. ചില പേഷ്യൻസിന്റെ വീൽ ചെയർ ഉണ്ടായിട്ടുണ്ടാവും. ആ വീൽ ചെയർ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ IV പോർട്സ്, നമ്മുടെ ട്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റൽ റൂമുകളിൽ? സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ? ട്രിപ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കത് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ? അതാണ് IV പോർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്യുപ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ്. ഇപ്പൊ ചില റൂമുകളിലൊക്കെ സോപ്പ് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ തന്നെ സോപ്പ് പ്രൊവൈഡ് ചെയ്യും, പേപ്പർ ടവൽ ഡിസ്പെൻസേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ റീഫിൽ ചെയ്ത് വെക്കുക. സെവൻത് വൺ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ്, വെറ്റ് മോപ്പ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ബാത്റൂമും ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. ആ എന്താണ് ഫ്ലോറും കാര്യങ്ങളും എല്ലാം വളരെ വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്ത് ശുചീകരിച്ച് ഇടുക. ഒരു അടുത്തൊരാൾ വരുമ്പോൾ അവർക്ക് അതിന് ആ റൂം അത് റെഡിയാക്കി വെക്കുന്നതാണ് നമ്മൾ ടെർമിനൽ ക്ലീനിങ് ടാസ്കിലൂടെ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കിൽ പറയുന്നത് ആ ഒരു റൂമിൽ നിന്ന് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി, ഇപ്പൊ റൂം എന്തായാലും ഒഴിഞ്ഞു കിടക്കാണെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം നമ്മൾ ആ ഒരു പെർഫോം ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ഹാൻഡ് ഹൈജീൻസ് ചെയ്യണം, ഗ്ലൗസുകൾ ധരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു മുന്നറിയിപ്പ് ബോർഡിൽ സ്ഥാപിക്കണം. മൂന്നാമത്തത് ആ ഒരു ബെഡുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ശുചീകരണം മുക്തമാക്കണം. അതുമായി ബന്ധപ്പെട്ട് കവറ്, പില്ലോ കവറ്, ബെഡ് കവർ എല്ലാം റിമൂവ് ചെയ്ത് പുതിയത് സ്ഥാപിക്കണം. അതുപോലെ തന്നെ ഫർണിച്ചേഴ്സോ അതുപോലെ തന്നെ കുഷ്യൻസോ കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ സിറ്റി സോഫാസോ കാര്യങ്ങളൊക്കെ ഉള്ളത് റൂം ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാക്വം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോഴും അവിടെ എന്തെങ്കിലും സ്റ്റെയിൻസ് പറ്റിയിട്ടുണ്ടോ, കറകൾ പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡാമേജ് അതിനുണ്ടായിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യുകയും വേണം.
അതുപോലെ തന്നെ ഇപ്പൊ വീൽ ചെയർ IV പോൾസ് മുതലായ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. കണ്ടെയ്നേഴ്സോ പേപ്പർ ടവൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫിൽ ചെയ്ത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് റീഫിൽ ചെയ്ത് വെക്കുക. അതുപോലെ പേഷ്യൻസിന്റെ ബാത്റൂമും അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള എല്ലാ ഫ്ലോർസും കൃത്യമായിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്ത് കൊണ്ടുപോകുക. വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സോ നമുക്ക് സമയമുണ്ടല്ലോ. നമുക്ക് ഇവിടെ ഇതൊക്കെ വേഗം പോവാവുന്ന ഭാഗങ്ങളാണ്. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം വേണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വേഗം കിട്ടുന്നതല്ലേ അല്ലേ? വേഗം കിട്ടുന്നതല്ലേ? എളുപ്പമല്ലേ ഇത്? ഈ ഒരു ചാപ്റ്റർ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടേംസ് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല അല്ലെ? ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ, ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. മറ്റ് ഡെയിലി ദിവസേന നമ്മൾ ചെയ്യുന്ന മറ്റ് ഹോസ്പിറ്റൽ ഏരിയാസ് ഉണ്ടല്ലോ. നമ്മൾ പേഷ്യൻസിന്റെ റൂമും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഹോസ്പിറ്റൽ ഏരിയ, മറ്റ് ഹോസ്പിറ്റൽ ഏരിയാസുമായി ബന്ധപ്പെട്ട് ദിവസേനയുള്ള ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് contaminated by bodily fluids as per protocols. അതായത് ഇപ്പൊ ബ്ലഡ്, യൂറിൻ അതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും വരുന്ന എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആവാണ് അല്ലെങ്കിൽ മലിനമായിട്ടുണ്ടെങ്കിൽ ആ സർഫസുകളൊക്കെ അത് പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ട പ്രകാരം തന്നെ കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തത് റീഇൻസ്റ്റേറ്റ് ഷാർപ്പ് കണ്ടെയ്നേഴ്സ് വെൻ 3/4 ഫുൾ. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ഏരിയയിലൊക്കെ മറ്റു ഏരിയാസിലൊക്കെ നമ്മുടെ സിറിഞ്ചുകൾ അങ്ങനെയുള്ള മൂർച്ചയുള്ളതായിട്ടുള്ള സിറിഞ്ച്, കഞ്ഞികള് അതുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പേഷ്യൻസിന്റെ റൂമുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ വേറെ കണ്ടെയ്നേഴ്സ് വെച്ചിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു 3/4 ഭാഗം ഫുൾ ആവുമ്പോൾ തന്നെ നമ്മളത് മാറ്റി പുതിയത് പുനഃസ്ഥാപിക്കണം. Then confirm floors are free of debris and tripping hazards. അപ്പൊ അവിടെ നമ്മുടെ ഫ്ലോർ ഒക്കെ എപ്പോഴും യാതൊരു തര മാലിന്യങ്ങളോ അല്ലെങ്കിൽ മറ്റു അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കാമെന്ന് ഉറപ്പുവരുത്തണം. Then fourth one, immediately clean up spills on floors and furniture. എന്തെങ്കിലും ഓയിലോ വാട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളൊക്കെ ചിലപ്പോൾ ഫ്ലോറിൽ അല്ലെങ്കിൽ ഫർണിച്ചറിലൊക്കെ പെട്ടെന്ന് വീണിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. Then അഞ്ചാമത്തത് keep an eye on the personal belongings left by patients and visitors. അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വസ്തുക്കളൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യാം, മറന്നു വെച്ചിട്ടൊക്കെ പോവാം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ക്ലീൻ ചെയ്യുന്ന ആളുകളായിരിക്കും അത് ശ്രദ്ധിക്കാം. എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള വസ്തുക്കള് പേഷ്യൻസിന്റെയോ വിസിറ്റേഴ്സിന്റെ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധ കൊടുത്തിരിക്കുക അല്ലെങ്കിൽ ഒന്ന് നോക്കിയേക്കാം. Then ആറാമത്തത് coordinate cleaning efforts with the cafeteria staff, wipe and sanitize table chairs. അപ്പൊ ഹോസ്പിറ്റലിലെ കഫറ്റേരിയാസ് ഉണ്ടാവും അല്ലെ? നമുക്ക് കഫറ്റേരിയ പോലെയുള്ള ചെറിയ ചെറിയ ക്യാൻറ്റീൻസ് പോലെയുള്ള ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലായിട്ട് നേരിട്ട് നടത്തുന്നതായിരിക്കും ഇത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ കഫറ്റേരിയ സ്റ്റാഫുകളെ ആയിട്ട് ഒന്ന് സഹകരിച്ചുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അവിടുത്തെ ആ ഒരു ടേബിൾസും ചെയർസും ഒക്കെ സാനിറ്റൈസ് ചെയ്യാനും വൈപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുക. Then seventh പോയിന്റിൽ പറയുന്നത് check storage areas for cleanliness and signs of insects or rodents. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റോർ റൂമുകള് ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയാസ് ഒക്കെ വൃത്തിയുള്ളതാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാം. അവിടെ ഈ പറയുന്ന പോലെ സൈൻസ് ഓഫ് ഇൻസെക്ട്, എന്തെങ്കിലും ഇൻസെക്റ്റുകൾ, എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും എലിയുടെ ശല്യമൊന്നും ഉണ്ടാവാം. കാരണം സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന പോലെ
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയാസ് ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ലാസ്റ്റ് വൺ, apply highly stringent cleaning and sanitizing procedures to avoid the spread of germs and bacteria. അതുപോലെ തന്നെ എപ്പോഴും വളരെ കർശനമായിട്ടുള്ള ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ജെംസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് മുതലായവയുടെ ഒരു പടർന്നു പോകുന്നതിൽ സ്പ്രെഡ് ആവുന്നതിനെ തടയുകയും ചെയ്യുക. ഇത്രയും ഹോസ്പിറ്റലിലെ മറ്റ് ഏരിയാസുമായി ബന്ധപ്പെട്ട ഡെയിലി ഹൗസ് കീപ്പിംഗ് ടാസ്കുകളാണ്. ഒന്നാമത്തേത് പറഞ്ഞത് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് ബ്ലഡ്, യൂറിൻ, ഫീസസ് മുതലായവയുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആവുന്ന സർഫസുകൾ, മലിനമാവുന്ന പ്രതലങ്ങളൊക്കെ ഉടനെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ്. അതിന് കൃത്യമായ പ്രോട്ടോകോൾസ്, പറഞ്ഞിരിക്കുന്ന പ്രോട്ടോകോൾസ് ഉപയോഗിച്ച് തന്നെ വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. രണ്ടാമത്തേത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഷാർപ്പ് കണ്ടെയ്നേഴ്സ്, ഇപ്പൊ മൂർച്ചയുള്ള ഡ്രെയിനോ നീഡിൽസോ സിറിഞ്ചസോ അങ്ങനെയുള്ളത് ഇടുന്ന ഹോസ്പിറ്റലിലെ മറ്റ് കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ 3/4 ഫുള്ളാവുമ്പോൾ തന്നെ അത് മാറ്റി പുനഃസ്ഥാപിക്കുക. മൂന്നാമത്തേത് പറഞ്ഞത് എപ്പോഴും ഫ്ലോസിൽ യാതൊന്നും ഉണ്ട് മാലിന്യങ്ങളോ മറ്റവശിഷ്ടങ്ങളോ കാര്യങ്ങളോ തട്ടി വീഴാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുകയും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും വാട്ടറോ ലിക്വിഡ് ആയിട്ടുള്ള മറ്റു ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളോ ഒക്കെ താഴെയോ ഈ ഫർണിച്ചറിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഉടനെ അത് ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞ എന്താ, പേഷ്യൻസ് ആയിക്കോട്ടെ അവരുടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ അവർ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ അവിടെ അറിയാതെ വെച്ച് പോയതോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എപ്പോഴും പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അത് ഏൽപ്പിക്കുക. അടുത്തത് പറഞ്ഞത് കഫറ്റീരിയയുമായി ബന്ധപ്പെട്ട അവർക്ക് സ്റ്റാഫുകളോട് ആ ക്ലീനിങ് അപ്പോയിന്റുകളിൽ അവരെ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് സഹകരിക്കുകയും ആ ടേബിൾസും ചെയർസും ഒക്കെ വൈപ്പ് ചെയ്ത് സാനിറ്റൈസ് ചെയ്യാനായിട്ട് സഹകരിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് സ്റ്റോറേജ് ഏരിയാസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻസെക്റ്റുകൾ, പ്രാണികളുടെയോ എലികളുടെയോ ഒക്കെ ശല്യം ഉണ്ടോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതെപ്പോഴും വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക. ലാസ്റ്റ് പറഞ്ഞത് വളരെ കർശനമായിട്ടുള്ള ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയ, ജെംസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് പടരുന്നതിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. എന്താണ് നസീനക്ക് ഇപ്പോഴേ ബുദ്ധിമുട്ടായോ? ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോ മടുത്തു പോയോ? അതാണോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ എന്ത് ചെയ്യും? ഈ ഭാഗമൊക്കെ നമുക്ക് എളുപ്പമുള്ള ഭാഗങ്ങളാണ്. ഈ ചാപ്റ്റർ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനിയൊക്കെ വന്നു കഴിയുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്ക് എത്രയും വേഗം പോർഷൻസ് തീർത്താലാണ് നിങ്ങൾക്ക് ഇത്രയും വേഗം ക്ലാസ്സുകൾ അവസാനിപ്പിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ ഫ്രീ ആവാൻ പറ്റുള്ളൂ അല്ലേ? Clear ആണോ? വായിച്ച് നോക്കിയോ? ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്നിവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാണ്ട് അവിടെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ് ഇത്ര വരെ എടുത്ത് നിർത്തുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.